ഹലോ കുട്ടീസ്, ഇന്നത്തെ ഞങ്ങൾ അമ്മയും മക്കളും കൂടെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. കുറേ ദിവസമായി കുട്ടീസ് പറയുന്നത് എവിടെയെങ്കിലും പോകാമെന്ന്. ഒരു സ്പോട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ അമാന്തിച്ച് നിന്നത്. ഇന്ന് ഞങ്ങളൊരു സ്പോട്ട് കണ്ടെത്തി നേരത്തെ അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഞങ്ങൾ 4 പേരും കൂടെ ബസ്സിനാണ് പോയത്. തൃശ്ശൂർക്കാണേ. അങ്ങനെ തൃശ്ശൂരെത്തി നമ്മുടെ സ്കൈവേ ബ്രിഡ്ജ് വഴി ഞങ്ങൾ സ്പോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുട്ടീസ് നല്ല ഹാപ്പിയാണേ. സ്കൈവേ ബ്രിഡ്ജ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സീൻ കണ്ടത്. വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല, അത്രയും മനോഹരമായ ഒരു ദൃശ്യം. അങ്ങനെ ഞങ്ങൾ ഫ്ലവർ ഷോയുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലെത്തി കേട്ടോ. ഈ ഒരു ഫ്ലവർ ഷോ കാണാനാണ് ഞങ്ങൾ വന്നത് കേട്ടോ. 60 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. കുട്ടികൾക്ക് ക്യാഷ് വേണ്ട. അപ്പം അത്രയും മനോഹരമായ പൂക്കളും എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അത്രയും വെറൈറ്റി ഫ്ലവേഴ്സാണ് കേട്ടുള്ളത്. നമ്മളെ കണ്ണ് അത്രയും എന്താ പറയുക, നമുക്ക് അത്രയും മനസ്സിനും എല്ലാം ഒരു കുളിര് തരുന്നത്. ഇത് നമ്മുടെ ഗാന്ധിജീൻ്റെ ഒരു വ്യൂ പോയിൻ്റാണ്. ആ പോയിന്റിൽ നിന്നാൽ നമുക്ക് ഗാന്ധിജീനെ ഡിക്റ്റേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തിട്ടതുപോലെ മാത്രമേ തോന്നൂ. കണ്ടില്ലേ. അപ്പം വെയിലാണ്, നല്ല വെയിലുള്ള ഉച്ച സമയത്താണ് ഞങ്ങൾ എത്തിയത്. കാരണം വൈകിട്ടായത് സൺഡേ ആയാൽ നല്ല തിരക്കാവുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ബുദ്ധിക്ക് കളിച്ച് നേരത്തെ പോയതാണ്. പക്ഷെ അത് പാളി അവസ്ഥയായി. ഇതൊക്കെ കാക്ടസ് ഇനത്തിൽപ്പെട്ട ചെടികളൊക്കെയാണ്. ഇത്രയൊക്കെ വെറൈറ്റീസ് ഉണ്ടെന്നുള്ളത് അവിടെയൊക്കെ പോയപ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത്. നമുക്കാകെ ഒരു കള്ളിമുള്ളിച്ചെടി മാത്രമേ അറിയൂ കേട്ടോ. അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെ. പിന്നെ കണ്ണിന് നല്ല കുളിര് പകരുന്ന, എന്താ പറയുക, കണ്ണിനൊക്കെ ഒരു സന്തോഷം, നമുക്ക് മൊത്തത്തിലൊരു സന്തോഷം കിട്ടും ഈ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടാൽ. ആ റെഡ് വൈറ്റ് കോംബോ ഒക്കെ കണ്ടില്ലേ, അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കേട്ടോ. അപ്പം കുട്ടീസിനോട് ഞാൻ പറഞ്ഞു തിരക്കൊന്നുമില്ല, അപ്പോൾ അതൊക്കെ കണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. കാരണം ധൃതി പിടിച്ച് കണ്ടു പോകാനുള്ളതല്ല. നമ്മളൊന്ന് എന്താ പറയുക, ആ ഒരു കാഴ്ചകൾ നമ്മൾ ഫോണിലേക്ക് മാത്രമല്ല നമ്മുടെ മനസ്സിലേക്കും കൂടെ പകർത്തിയെടുക്കേണ്ടതാണ്. ഇത് നമ്മുടെ ചെത്തീൻ്റെ ചെടികളാണ്. പിന്നെ ആ ഫ്ലവറൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. നമ്മൾ ഫോണിൽ കൂടെ കാണുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ. പിന്നെ ഈ ഒരു ദൃശ്യങ്ങൾ, ഇതൊക്കെ അത്രയും മനോഹരമായിട്ടെന്ന് വെച്ചാൽ എന്താ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് കണ്ടിട്ടുള്ള ആ ഒരു ഫീല് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞു തരുമ്പോൾ കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല. അത്രയും മനോഹരമായിട്ടുള്ള ആ ഒരു കുഞ്ഞി കാറ്റും ആ ഒരു ചെടികളും എല്ലാം കൂടി ആകുമ്പോൾ അത്രയും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കേട്ടോ. ആ ഉണ്ണിക്കണ്ണനൊക്കെ എടുത്തൊന്ന് കൊഞ്ചിക്കാൻ തോന്നും, അത്രയും ഓമനത്ത നിറഞ്ഞ കാഴ്ചകളാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആ ഒരു കാറ്റും നമ്മൾ ആ വെയിലിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് ഒരു കുഞ്ഞിളം കാറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ആ ഉച്ച സമയമായിട്ടും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ശരിക്കും വൈകുന്നേരം ആവാൻ നിന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും പെട്ടുപോകായിരുന്നു ഞാനും കുഞ്ഞു. പിന്നെ ഈ ഒരു മയിൽ, അവരെ പിന്നെ ഞാൻ അങ്ങനെ പിടിച്ച് വയ്ക്കാനൊന്നും നിന്നില്ല. തിരക്കുണ്ടെങ്കിലും അങ്ങനെ വലിയ ക്രൗഡഡ് അല്ലാത്തതുകൊണ്ട് പിടിച്ച് വയ്ക്കാൻ അവരവരുടേതായ ഇഷ്ടത്തിന് കണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അവരെ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നേ. ഈ ചെടികളൊന്നും ഇതുവരെ കാണുക പോലും ചെയ്യാത്ത ചെടികളാണ് കേട്ടോ. പിന്നെ ഈ ഒരു പൂക്കൾ കൊണ്ടുണ്ടാക്കിയ മനോഹരമായ പക്ഷി. ഊട്ടിയിലെ ഫ്ലവർ ഷോയ്ക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പം ആ സമയത്തൊക്കെയാണ് ഇങ്ങനെ കണ്ടത്. അല്ലാതെ നാട്ടിലെ ഫ്ലവർ ഷോയ്ക്ക് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ജസ്റ്റ് ചെടികളുണ്ടാവും, എക്സിബിഷൻ ഉണ്ടാവും, ആ വിൽക്കും എന്നല്ലാതെ ഇങ്ങനെയൊക്കെ കണ്ടോ. ഒരു വലിയ ഡക്കമ്മയും കുഞ്ഞു മക്കളും.
പിന്നെ ഇതാ ഡാലിയ. നല്ല അടിപൊളി കളറുകളാണ് എല്ലാം. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അത്രയും വെറൈറ്റി ആയിട്ടുള്ള കളറുകളാണ് കേട്ടോ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ. അതുകൊണ്ട് കണ്ണിന് ഇമ്പം ഏകുന്ന, എന്താ പറയുക, ഇതൊക്കെ ഫുള്ള് റോസ് കേട്ടോ, മൊത്തം റോസ്. അവർ നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്തുനിന്ന് അവർ ചെടിക്ക് വെള്ളം കൊടുക്കുന്നുമുണ്ട്. കാരണം നല്ല കഠിനമായ വെയിലാണ്. കഠിനമായ എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. ഈ ഒരു വൈറ്റ് റോസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പോൾ അതിന് മാത്രമായിട്ട് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതെ, ഇതിൻ്റെ ഒരു സൈഡിൽ നല്ല കാഴ്ചകളാണിത് കേട്ടോ. ഇതൊക്കെ നനച്ച് അവരിപ്പോൾ നനച്ച് മാറി നിന്നിട്ടേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ നമുക്കൊരു ഫോട്ടോ എടുക്കാനുള്ള ഓരോ സ്പോട്ടുകളും ഉണ്ട് കേട്ടോ അവിടെ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓരോ ഫോട്ടോ പോയിൻറ്റുകളും ഉണ്ട്. കണ്ടില്ലേ ഈ ട്രെയിന്, നേരത്തെ കണ്ട ആ ഒരു വാൻ്റത്. കുട്ടീസ് ഇവിടെയൊക്കെ നിന്ന് അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും ഡാലിയാണ്. പിന്നെ നമ്മുടെ ചെട്ടി, അങ്ങനെ എണ്ണമറ്റ പൂക്കളും ചെടികളും ഒക്കെ കണ്ട് പിന്നെ ദേ ഈ ഒരു ജിറാഫിൻ്റെത്, അതും ഫ്ലവറാണ് കേട്ടോ. പ്ലാസ്റ്റിക് ഫ്ലവറാണ് അതൊക്കെ. പ്ലാസ്റ്റിക്കോ പേപ്പറോ ഒന്നും അറിയില്ല. അങ്ങനെ ഫ്ലവർ, ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് എന്തായാലും ഈ ഒരു യാത്ര കൊണ്ട് കുട്ടീസ് ഹാപ്പിയാണ് കേട്ടോ. കാരണം നമുക്ക് അതാണല്ലോ, അവരുടെ ഒരു ഹാപ്പിനെസ് ആയിരുന്നു നമ്മൾ ലക്ഷ്യം വെച്ചത്. അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ കുറേ ക്രിയേറ്റീവായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് വീട്ടിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഫൗണ്ടെയിൻ പോലത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതും അവിടെ തന്നെ ഒരു ഭാഗത്ത് ഉണ്ടായിട്ടുള്ള സ്റ്റാളാണ് കേട്ടോ. എന്താണ്, അമ്പാടി പബ്ലിക് ഗാർഡൻ, മണ്ണുത്തി. പിന്നെ അതെ നമ്മുടെ ചെടികളുടെയൊക്കെ ചെടികൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങളുടെ അതൊക്കെ വിത്തുകളാണ് കേട്ടോ. ഇത് ഞങ്ങളിതൊന്നും വാങ്ങാൻ നിന്നില്ല കേട്ടോ. കാരണം ക്വാർട്ടേഴ്സ് ആയത് കാരണം നമുക്ക് മണ്ണിൻ്റെയൊക്കെ ഒരു ലഭ്യത കുറവുണ്ട്. അപ്പോൾ നല്ല മണ്ണൊക്കെ കിട്ടിയാൽ തന്നെയല്ലേ നമുക്ക് നല്ല രീതിയിൽ ഇത് ചെടിയൊക്കെ വളർത്താൻ പറ്റൂ. പിന്നെ നമ്മൾ വെറുതെ വാങ്ങിക്കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല വാങ്ങാകുമ്പോൾ അത് കഷ്ടമല്ലേ. അതുകൊണ്ട് ഞങ്ങളിതൊന്നും വാങ്ങാൻ നിന്നില്ല, എല്ലാം കണ്ടു. നല്ല കരിഞ്ഞ വെയിലത്തായതുകൊണ്ടാണ് ആരോടുള്ള ദേഷ്യം തീർക്കുന്ന പോലെ ഞാൻ കണ്ണൊക്കെ അടച്ച് മസിലൊക്കെ പിടിച്ച് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ക്രിയേറ്റീവായിട്ടുള്ള മരത്തടിയിൽ ചെയ്ത കാര്യങ്ങളൊക്കെ കേട്ടോ. ദേ കണ്ടില്ലേ, ആളാണെന്ന് തോന്നുന്നു ചെയ്തത്. ഞാൻ ചോദിക്കാൻ നിന്നിട്ടില്ല. ആ ഒരു ഫോട്ടോയിലൊക്കെ കാണുന്ന ആളാണെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും കണ്ടപ്പോൾ വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റിയില്ല. അത്രയും മനോഹരമായിട്ടുള്ള വർക്കുകളാണ് കേട്ടോ. ഓരോന്നും ഒന്നിനൊന്നിനേക്കാൾ മെച്ചമായിട്ടുള്ള വർക്കുകളാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ എന്തായാലും ഇതൊക്കെ എല്ലാവരും പോയി കാണാൻ പറ്റുന്നവരെന്തായാലും പോയി കാണണം കേട്ടോ. അല്ലെ വലിയൊരു നഷ്ടമാവും. ഞാനിതിന് മുന്നേ നമ്മുടെ ശക്തൻ ഗ്രൗണ്ടിൽ പോയത്, നമ്മുടെ തൊട്ട് മുന്നേ നമ്മുടെ ഫിഷിൻ്റെ ഒക്കെ ഒരു പ്രദർശനം വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ആ സമയത്താണ് ലാസ്റ്റ് ഞങ്ങൾ പോയത് കേട്ടോ. പിന്നെ കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഐസ്ക്രീമിൻ്റെ പോയിൻ്റ് കാണുമ്പം ഐസ്ക്രീം എന്ന് പറഞ്ഞ് തുള്ളുന്നുണ്ടായിരുന്നു. അപ്പം അവനെ ഞാൻ പിടിച്ച് വെച്ചതാണ് ലാസ്റ്റ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതേ ഈ ഒരു ബാഗിൻ്റെ കളക്ഷൻ. പിന്നെ നമ്മളിങ്ങനെ സ്റ്റോളുകളിലേക്കാണ് കിടന്ന ബാഗ്, ചെരുപ്പ് ഒന്നും ഞങ്ങൾ വാങ്ങാൻ നിന്നില്ല കേട്ടോ. എല്ലാം കണ്ട് നടന്നു. പിന്നെ ഇതേ കുറച്ച് സ്പൈസസ്, അതിനുശേഷം നമ്മൾ പണ്ട് കഴിച്ച മിഠായികളില്ലേ, ആ മിഠായികളുടെ ഒരു നല്ല വലിയൊരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പുളിമിഠായി, ജോഗര, കണ്ടില്ലേ ഈ ഒരു മിഠായികളും ഇതൊക്കെ നമ്മളെ ഒരു നൊസ്റ്റു ഫീലിംഗ് വരുന്ന സംഭവങ്ങളാണ് കേട്ടോ.
പണ്ട് സിഗരറ്റായിട്ട് വലിച്ചിരുന്നത്, ആ സിഗരറ്റ് മിഠായിയൊക്കെ എടുത്ത് സിഗരറ്റൊക്കെ ആയിട്ട് വലിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഈ ഒരു ഫുഡ് കോർട്ടിൻ്റെ അങ്ങോട്ടേക്കാണ് കേട്ടോ. മസാലപ്പൂരീൻ്റെ ഒക്കെ ഇത് കണ്ടപ്പം തന്നെ എൻ്റെ പുത്രൻ ഓടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം നിങ്ങൾ ആ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് ഞാൻ വാങ്ങി വയ്ക്കാന്ന് പറഞ്ഞു. ആദ്യമായിട്ട് ഞങ്ങൾ വാങ്ങിയത് ഈ ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ്. പിന്നെ ഇതേ ഒരു പാനിപ്പൂരിയും വാങ്ങി. അതിനിടയിൽ ഞങ്ങൾ ഐസ്ക്രീമും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ തിരിച്ച് വടക്കുന്നാഥൻ്റെ മണ്ണിൽ നിന്നും തിരിച്ച് ഗുരുവായൂരപ്പൻ്റെ മണ്ണിലേക്കുള്ള യാത്രയാണ് കേട്ടോ.